SCRT ബേസിക് സയൻസിലെ 5th സ്റ്റാൻഡേർഡിലെ ജലം നിത്യജീവിതത്തിൽ എന്ന് പറയുന്ന 3ാമത്തെ ചാപ്റ്ററാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ജലത്തിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് ഇതിൽ പറയുന്നത്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുന്നത് നമ്മുടെ ശരീരത്തിലുള്ള ജലത്തിൻ്റെ ആവശ്യമാണ്. ശ്രദ്ധിക്കുക, തലച്ചോറിന് 73% ജലം വേണം, രക്തത്തിന് 94%, വൃക്കകൾ പ്രവർത്തിക്കാൻ 79%, പേശികൾക്ക് 75%, ഹൃദയത്തിന് 75%, ശ്വാസകോശങ്ങൾ 83%, അസ്ഥികൾ 31%. ഒന്നും കൂടെ, തലച്ചോറ് 73, രക്തം 94, വൃക്കകൾ 79, പേശികൾ 75, ഹൃദയം 75, ശ്വാസകോശങ്ങൾ 83, അസ്ഥികൾ 31. ഇത് കഴിഞ്ഞ് ഇവിടെ പറയുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാലം ജലത്തിൻ്റെ ആകൃതിയാണ്. ജലം ഏതിലാണോ ഉൾക്കൊള്ളുന്നത് അതിൻ്റെ ആകൃതിയായിരിക്കും ജലത്തിന് ഉണ്ടാവുക. അതുപോലെ ജലത്തിനെക്കുറിച്ച് ലയിക്കുന്നവയും ലയിക്കാത്തവയും എന്ന് പറയുന്നുണ്ട്. അതായത് പഞ്ചസാര വെള്ളം ഉണ്ടാക്കുന്നതും ഉപ്പുവെള്ളം, അതായത് നാരങ്ങ വെള്ളം ഉണ്ടാക്കുന്നതിനെക്കുറിച്ചൊക്കെയാണ് ഇവിടെ പറയുന്നത്. പഞ്ചസാര, ഉപ്പ്, വിനാഗിരി, അപ്പക്കാരം തുടങ്ങിയിട്ടുള്ള കുറേ സംഭവങ്ങൾ എടുത്തിട്ട് അതെല്ലാം ലയിപ്പിച്ച് നോക്കാനൊക്കെയാണ് പറയുന്നത്. ഇനി ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് നോക്കാനുള്ളത്, ലയിച്ചു ചേരുന്ന വസ്തുവിനെ ലീനം എന്നും ഏതിലാണോ ലയിച്ചു ചേരുന്നത് അതിനെ ലായകമെന്നും പറയുന്നു. ലീനം ലായകത്തിൽ ലയിച്ചുണ്ടാകുന്നതാണ് ലായനി. അപ്പോൾ എന്താണ് ലീനം? ലയിച്ചു ചേരുന്ന വസ്തു, ഉപ്പുവെള്ളത്തിൽ ഉപ്പാണ് ലീനം. എന്താണ് ലായകം? വെള്ളമാണ് അവിടെ ലായകം. എന്താണ് ലീനം? ലീനം ലായകം കൂടെ ചേരുമ്പോഴാണ് ലായനി ഉണ്ടാകുന്നത്. അതായത് ഉപ്പുവെള്ളമാണ് ഇവിടെ ലായനിയായിട്ട് വരുന്നത്. ഈ ഒരു 2 കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ നമ്മൾ ഓർത്ത് വയ്ക്കുക. ഇനി അടുത്തത്, ജലത്തിന് നിരവധി വസ്തുക്കളെ ലയിപ്പിക്കാൻ കഴിവുണ്ട്, അതിനാൽ ജലത്തെ സാർവിക ലായകം അല്ലെങ്കിൽ യൂണിവേഴ്സൽ സോൾവെൻ്റ് എന്ന് പറയുന്നു. ഇതെല്ലാം ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ശരിയാണോ തെറ്റാണോ എന്ന തരത്തിൽ തിരിച്ചറിയാൻ ചോദിക്കാം. അപ്പോൾ ജലം എന്താണ്? ഒരു യൂണിവേഴ്സൽ ലായനിയാണ് അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സൽ സോൾവെൻ്റ് ആണ് എന്ന് ഓർത്തിരിക്കുക. ഇനി ജലം പല രൂപത്തിൽ എന്ന് പറയുന്ന ഒരു ഹെഡിങ്ങിലും ഇതുപോലെ തന്നെയാണ്. ജലം പല രൂപത്തിലും കാണാൻ പറ്റുമല്ലോ. ഐസായിട്ടും, ഐസ് വെള്ളമായിട്ടും, വെള്ളം നീരാവിയായിട്ടും കാണാൻ പറ്റും. അപ്പോൾ ഒരു ദ്രാവകത്തിൻ്റെ ഉപരിതലത്തിൽ നിന്നും ചെറുകണികകൾ ചുറ്റുപാടിലേക്ക് വ്യാപിക്കുന്നതിനെ നമ്മൾ പറയുന്നതാണ് ബാഷ്പീകരണം അഥവാ വേപ്പറൈസേഷൻ. ഓക്കെ, ചൂടാക്കുമ്പോൾ ബാഷ്പീകരണത്തിൻ്റെ തോത് കൂടുകയും ഐസ് ജലമായി മാറുന്നു, ജലം നീരാവിയായി മാറുന്നു. ആ ഒരു പ്രക്രിയയാണ് എന്ത്? ബാഷ്പീകരണം. വിധാനം അല്ലേ? വിധാനം എന്ന് പറയുന്നതും ഉണ്ട്. വിധാനം എന്ന് പറയുന്നതും ജലത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇനി ജലത്തുള്ളിക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞിട്ടൊരു ഹെഡിങ് ഉണ്ട്. ജീവജാലങ്ങൾക്ക് ഞങ്ങളില്ലാതെ ജീവിക്കാനാവില്ല. ജലാശയങ്ങൾ ചൂട് പിടിക്കുമ്പോൾ ഞങ്ങൾ അന്തരീക്ഷത്തിലേക്ക് എന്ത് ചെയ്യുന്നു? നീരാവിയായി പോകുന്നു എന്ന് പറയുന്നൊരു ഭാഗം. അതുപോലെ അടുത്തൊന്നാണ്, ശുദ്ധജലം അമൂല്യമാണ്, അതെന്ത്